ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ക്രാഫ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബാൻഡാണ്. ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ദിവസം വേണമെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല ഞാൻ. നമുക്ക് ഏത് ദിവസവും ഫ്രണ്ട്ഷിപ്പ് ഡേ ആക്കാം. നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ, സിസ്റ്റർ അവർക്കൊക്കെ കെട്ടിക്കൊടുക്കാം. ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്ന മാതിരിയല്ലല്ലോ നമ്മളൊരു സ്നേഹത്തോടെ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത്. അപ്പം ഈ കൊല്ലം കഴിഞ്ഞെങ്കിലും നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു വയ്ക്കാം. അപ്പം നമുക്ക് ഒരുപാട് എണ്ണം ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് എണ്ണവും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. അപ്പം ഈ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട. ഒരു കാർഡ്ബോർഡ് ബോക്സ്, ഒരു പെൻസിൽ, ഒരു പാത്രത്തിൻ്റെ മൂടി, പിന്നെ ഒരു കത്രിക, ഒരു മെഷറിംഗ് ടേപ്പ്, 7 കളറിലുള്ള വൂളൻ നൂല്. ഇത്രയും മതി നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കുറച്ച് സമയവും. അത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എന്തായാലും ഉണ്ടാവില്ലേ നമ്മുടെ കയ്യിൽ. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഉണ്ടാക്കാൻ നോക്കാം. ഇനി നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒരു കാർഡ്ബോർഡ് ബോക്സ് തന്നെ വേണമെന്നില്ല, ഒരു ഇച്ചിരി കട്ടി കൂടി പേപ്പർ ആയാലും മതി. ഒരു സിസർ, ഒരു മൂടി, ഒരു പെൻസിൽ, മെഷറിംഗ് ടാപ്പ്, പിന്നെ ഒരുപാട് കളറിലുള്ള യാൺസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ബാൻഡിന് ഈ കാർഡ്ബോർഡ് ബോക്സിൽ ഈ ഒരു മൂടി, ഇത് ഏത് സൈസിലുള്ള മൂടിയാവാം, ഇതിലും വലുതാവാം, ഇതിലും ചെറുതാവാം. ഒരുപാട് ചെറുതല്ലാവരുത്, ഒരു മിനിമം ഇത്ര വലുപ്പം, അല്ല ഇതിനേക്കാളും കുറച്ചും കൂടി വലുപ്പക്കുറവ്. എന്നിട്ട് ഇത് വെച്ചിട്ട് പെൻസിലോണ് നമുക്ക് വരയ്ക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. സർക്കിൾ ചെയ്യാം. സർക്കിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ കാർഡ്ബോർഡ് റൗണ്ടിൽ കട്ട് ചെയ്ത് വന്നു. ഇതിന് നടുവിലൊരു ഹോൾ ഇടണം. ഇത്ര വലിയ ഹോൾ ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ എടുത്തേക്കുന്ന കാർഡ്ബോർഡ് ബോക്സിൽ ഓൾറെഡി ഉള്ള ഹോളാണ് ഇത്. അപ്പം ഞാൻ വേറെ ഹോൾ ഇടാൻ പോയില്ല എന്നേ ഉള്ളൂ. ഈ വേറെ കാർഡ്ബോർഡ് ബോക്സ് എടുക്കാൻ പോയില്ല എന്നേ ഉള്ളൂ. ജസ്റ്റ് ഈ പെൻസിൽ കടക്കാൻ പറ്റുന്നൊരു ഹോൾ മതി. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡ്സ് മാർക്ക് ചെയ്യുക. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നും കൂടി മാർക്ക് ചെയ്യാം. റാൻഡമായിട്ട് മാർക്ക് ചെയ്താൽ മതി. ഇന്നങ്ങനെ പൊസിഷനൊന്നുമില്ല മാർക്ക് ചെയ്യുന്നതിന്. 1 2 3 4 5 6 7 and 8 സ്ഥലങ്ങളാണ് മാർക്ക് ചെയ്യേണ്ടത്. മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ദ വേ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പീസ് മാത്രം കട്ട് ചെയ്താൽ മതി. ഓക്കെ, ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഇത്ര വരെ കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കണ്ടില്ലേ, ഇത്ര വരെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ട നൂല്, ഇപ്പോൾ ഈ നമ്മൾ ഏത് നൂലാണോ ഉപയോഗിക്കുന്നത് ആ നൂല് മെഷറിംഗ് ടേപ്പിൽ ഒരു 60 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ബാക്കിയുള്ള ആവശ്യമുള്ള നൂലും ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. 7 കളറാണ് നമുക്ക് വേണ്ടത്. ഞാൻ 7 കളർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു കളർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഒരു കളറൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. നമുക്കിതിനെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച നൂലിൻ്റെ ഈ അറ്റം മുഴുവനും ഒരുമിച്ച് വയ്ക്കുക. ഓക്കെ, ഓൾമോസ്റ്റ് സിമിലർ ആയാൽ മതി. ബാക്കി ഇങ്ങോട്ട് കട്ട് ചെയ്യാം.
നമുക്ക് സിമിലർ ആക്കാം. ഒരു ഇച്ചിരി പോർഷൻസ് ലീവ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്നൊരു കുടുക്ക് അങ്ങോട്ട് ഉണ്ടാക്കുക. സിമ്പിൾ കുടുക്ക്. ഓക്കെ, കുടുക്കുണ്ടാക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് അത് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഈ ഓരോ നൂലും ഓരോ ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കുക. റാൻഡമായിട്ട് വെച്ചാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി. ഇപ്പോൾ ഈ നൂല് ഇങ്ങോട്ട് വയ്ക്കണമെങ്കിൽ ഇങ്ങോട്ട് വയ്ക്കാം, ഇതിങ്ങനെ എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. ഓക്കെ, കണ്ടില്ലേ? ടൈറ്റാക്കി വയ്ക്കുക. ടൈറ്റാക്കി വയ്ക്കുമ്പോഴേക്കും രസം. അപ്പം നമ്മൾ എല്ലാത്തിലും വെച്ചു, ഇതിൽ മാത്രം വെച്ചിട്ടില്ല. അപ്പം ഇതിലേക്ക് ഇവിടുന്ന് മൂന്നാമത്തെ 1 2 3 എടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കുക. പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് തിരിക്കണം എന്നൊന്നുമില്ല. തിരിച്ചു കഴിഞ്ഞ ശേഷം 1 2 3 ഇതെടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കുക. 1 2 3 1 2 3. ഇടയ്ക്ക് ഈ താഴേക്കുള്ള നൂലുകളൊന്ന് ശരിയാക്കി കൊടുക്കണം. ഇങ്ങോട്ട് തന്നെ ആക്കാം. ഇത് ഇടയ്ക്കൊന്ന് ശരിയാക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ലാസ്റ്റ് ഫുൾ കെട്ട് ഇതായിപ്പോൾ. ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, ഇങ്ങനെ താഴോട്ടേക്ക് വരും. നമുക്കതിങ്ങനെ ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറേ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കാം. ഓക്കെ, ഇതുവരെ ആയിട്ടുണ്ട് ചെയ്തിട്ട്. നമുക്ക് ബാക്കിയും കൂടി ചെയ്യാം. ഇങ്ങനെ ഇതിന് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തിട്ട് വരാം. ഇവിടുന്ന് ഈ ഒരു കെട്ട് വരെയുള്ള ലെങ്ത്ത് ഒരു 12 സെൻറ്റിമീറ്റേഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇത് നിർത്താം. ഓക്കെ, ഇപ്പോൾ ഇത് 10 സെൻറ്റിമീറ്റേഴ്സേ ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ മെഷർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 12 സെൻറ്റിമീറ്റേഴ്സ് ആവുന്നത് വരെ ചെയ്യാം.
മെഷറിംഗ് ടേപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. 10 സെൻറ്റി ഇവിടുന്ന് ഈ കെട്ട് വരെയാണ്. ഇത് കാണുന്നില്ലേ, എൻ്റെ 11 സെൻറ്റിമീറ്റേഴ്സേ ഉള്ളൂ. ഇനി ഒരു 12 സെൻറ്റിമീറ്റേഴ്സ് ആവുന്ന വരെ ഞാനിത് ചെയ്യും. താഴത്ത് ശരിയാക്കി കൊടുക്കണേ. ഇടയ്ക്കിടയ്ക്ക് ശരിയാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അവസാനം കെട്ട് കൊടുക്കാവും. ഇനിയൊന്ന് ലെങ്ത്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ നിന്ന് പിടിക്കുക. ഓൾമോസ്റ്റ് ഒരു 12 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഒരു കുറച്ച് എണ്ണം കൂടി ചെയ്യും. ഒരു 10 എണ്ണം കൂടി ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. ഇതിങ്ങനെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ അന്ന് എടുക്കുക. പുറത്തേക്ക് ഇങ്ങനെ എടുക്കാം. പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ കെട്ടിയില്ലേ, അതുമാതിരി ഒരു സിമിലർ കൊടുക്കുക. എന്നിട്ട് ഈ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യുക. അതായത് തീരുന്നിടത്ത് തന്നെ ഇത് താവാനുള്ളത് പുഷ് ചെയ്താക്കുക. ഇപ്പോൾ കണ്ടില്ല, ഇങ്ങനെ ഇതൊരു ഇച്ചിരി സ്ട്രെച്ചബിൾ ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് കുറച്ച് കൂടുതൽ വെട്ടിക്കേ, കട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും വീട്ടിലുള്ള വൂളൻ നൂല് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്. ഇതൊരു മോഡലാണ്, ഇനിയും പല രീതികളിലും ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊണ്ടുപോയിട്ട് കിട്ടിക്കൊടുക്കുക. അപ്പം എല്ലാവരും ഇത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. താങ്ക് യു ആൾ.